അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റം ഏറ്റവും അധികം ബാധിക്കുന്ന കർഷകരെയാണ്. ഇപ്പോൾ പൈനാപ്പിൾ കർഷകരുടെ ഒരു ദുരിതം അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റത്തിൽ വിള നശിച്ച് വലിയ ദുരിതത്തിലായിരിക്കുകയാണ് എന്നുള്ള വാർത്ത. കടുത്ത ചൂടും പിന്നാലെ എത്തിയ മഴയും മെയ് മാസത്തിൽ വിളവെടുക്കേണ്ട പൈനാപ്പിളുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര പദ്ധതിയിൽ പൈനാപ്പിൾ കൃഷിയെയും ഉൾപ്പെടുത്തണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പൈനാപ്പിൾ കർഷകർ. ജിജീഷ് തുടർന്നുണ്ട്. ജിജീഷ്, ഈ കർഷകരുടെ ദുരിതം എങ്ങനെ നോക്കിക്കാണാം? മാത്രമല്ല അവരുടെ ആവശ്യമുണ്ടല്ലോ ഈ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര പദ്ധതിയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. ലക്ഷ്മി, പ്രധാനമായും ഈ പൈനാപ്പിൾ കൃഷി നടത്തിയിരുന്നത് കയറ്റുമതി ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അങ്ങനെയാണ് കയറ്റുമതി ലക്ഷ്യത്തിനായി പൈനാപ്പിൾ 50 രൂപയായിരുന്നു കിലോയ്ക്ക് വില. എന്നാൽ മെയ് ആദ്യവാരത്തിൽ ഇവ വിളവെടുക്കേണ്ടതായിരുന്നു. എന്നാൽ പഴുത്ത ശേഷം പൈനാപ്പിൾ നൽകുമ്പോൾ അതിന് കൂടുതൽ പണം ലഭിക്കും. സ്വാഭാവികമായും കർഷകർ വലിയ സാമ്പത്തിക നഷ്ടത്തിലെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്ന പല ഘട്ടങ്ങളിലും പൈനാപ്പിൾ കർഷകർ ഇത്തരത്തിൽ വിള നശിച്ചിട്ടടക്കം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വില കിട്ടുമെങ്കിൽ കാത്തിരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി. അങ്ങനെ 50 രൂപ കിട്ടേണ്ടടുത്ത് പഴുത്ത ശേഷം നൽകുകയാണെങ്കിൽ അതിന് 65 രൂപ ലഭിച്ചിരുന്നു. അങ്ങനെ പച്ചക്കായ വിളവെടുക്കാതെ അവർ പഴുത്തകായി മെയ് അവസാനം വരെ കാത്ത് കർഷകർക്കാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. അപ്രതീക്ഷിതമായ മഴയിൽ വെള്ളമിറങ്ങി പൈനാപ്പിൾ എല്ലാം തന്നെ ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നിലവിൽ പൈനാപ്പിളിനെ നഷ്ടപരിഹാരം നൽകുന്ന വിളകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റു പല വിളകളും ഈ കാർഷിക നാശനഷ്ടങ്ങളുടെ വിള കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ പെയ്ത് വിളനാശം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്കെല്ലാം തന്നെ നഷ്ടപരിഹാരങ്ങൾ കൃത്യമായി സർക്കാരിന് ലഭിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാറുമുണ്ട്. എന്നാൽ പൈനാപ്പിളിനെ അത്തരത്തിലുള്ള ഒരു വിളയായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ വലിയൊരു നഷ്ടത്തിന്, അതായത് കൂട്ടമായി വെച്ചതാണ്, ഒരുമിച്ച് വിൽക്കാൻ വേണ്ടി കരുതി വെച്ചതെന്നാണ്, പഴുത്തതിന് ശേഷം അത് കയറ്റുമതി ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ്. അവിടെയാണ് അത്തരത്തിലുള്ള ഒരു തിരിച്ചടി, വിളനാശം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടപരിഹാരം നൽകണം, അതിനുള്ള നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകണം എന്ന ഒരു കാര്യം തന്നെയാണ് പ്രധാനമായും അവിടെ കർഷകർ ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങൾക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടത്തിന് ഒരു പരിഹാരം കാണണം. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് പൈനാപ്പിൾ കൃഷി വ്യാപകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു പ്രശ്നം, അതായത് വിള നശിച്ചു പോകുന്ന, ചീഞ്ഞു പോകുന്ന, മഴ പെയ്ത് നശിച്ചു പോകുന്ന പ്രശ്നം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ കർഷകർ കഴിയുകയും ചെയ്യുന്നത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.